നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച മത്സരം നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കനത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകാനാണ് സാധ്യത. നിലവിൽ 5 മണ്ഡലങ്ങളും കൈവശം വെച്ചിരിക്കുന്ന LDF അവ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ UDF ശക്തമായ തിരിച്ചുവരവിനായി തയ്യാറെടുക്കുകയാണ്. ശബരിമല വിഷയത്തെ അടിസ്ഥാനമാക്കി മുൻപ് സ്വാധീനം വർദ്ധിപ്പിച്ച NDAയ്ക്കും കുറഞ്ഞത് ഒരു സീറ്റ് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തമായ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ 5 സീറ്റുകളും LDF സ്വന്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം കൈവരിച്ചതും 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതും അവരുടെ ആത്മവിശ്വാസം കൂട്ടിയിരിക്കുകയാണ്. 53 പഞ്ചായത്തുകളിൽ 34 വിജയിക്കുകയും 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 അധികാരം പിടിക്കുകയും ചെയ്ത UDF താഴെത്തട്ടിൽ വലിയ ശക്തിയായി മാറിയിട്ടുണ്ട്. നഗരസഭകളിലും അവരുടെ പിടി ശക്തമാണ്. തിരുവല്ല മണ്ഡലം ഇത്തവണ ശ്രദ്ധേയമായ പോരാട്ടത്തിന് സാക്ഷിയാകും. LDFന് വേണ്ടി നിരവധി തവണ വിജയിച്ച മാത്യു ടി തോമസ് വീണ്ടും ജനവിധി തേടുമ്പോൾ UDFന് വേണ്ടി കേരള കോൺഗ്രസ് വിഭാഗത്തിലെ വർഗീസ് മാമനും NDAയ്ക്ക് വേണ്ടി അനൂപ് ആന്റണിയും രംഗത്തുണ്ട്. മുൻ പ്രവർത്തനങ്ങളും ഭരണക്ഷമതയും വോട്ടർമാർ വിലയിരുത്തുന്ന മണ്ഡലമാണിത്. ക്രൈസ്തവ സഭകളുടെയും ഹൈന്ദവ സമുദായങ്ങളുടെയും സ്വാധീനം ഇവിടെ നിർണായകമാണ്. ആറന്മുള മണ്ഡലം മന്ത്രിയായ വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള LDFന് ഏറെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് യുവ നേതാവ് അബിൻ വർക്കി ശക്തമായ വെല്ലുവിളിയുമായി എത്തുമ്പോൾ BJPയുടെ കുമ്മനം രാജശേഖരനും മത്സര രംഗത്തുണ്ട്. ഭരണവിരുദ്ധ വികാരവും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സ്വാധീനവും ഇവിടെ നിർണായകമാകും. റാന്നി മണ്ഡലം ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള പ്രദേശമാണ്. നിലവിലെ MLA പ്രമോദ് നാരായൺ വീണ്ടും മത്സരിക്കുമ്പോൾ UDFന് വേണ്ടി പഴകുളം മധുവും NDAയ്ക്ക് വേണ്ടി തോമസ് K ശാമുവേലും രംഗത്തുണ്ട്. വന്യജീവി പ്രശ്നങ്ങളും കൃഷിനാശവും ഇവിടെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. കോന്നി മണ്ഡലത്തിൽ LDFന്റെ ജനീഷ് കുമാർ വീണ്ടും മത്സരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലും ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. മുൻപ് UDFന്റെ കോട്ടയായിരുന്ന ഈ മണ്ഡലം LDF പിടിച്ചെടുത്തതിനാൽ തിരിച്ചുപിടിക്കാൻ UDF വലിയ ശ്രമത്തിലാണ്. അടൂർ മണ്ഡലം സംവരണ സീറ്റാണ്. LDFന് വേണ്ടി പ്രജി കണ്ണൻ, UDFന് വേണ്ടി അഡ്വക്കേറ്റ് ശാന്തകുമാർ, NDAയ്ക്ക് വേണ്ടി പന്തളം പ്രതാപൻ എന്നിവർ മത്സരിക്കുന്നു. മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷമാണ് LDFന് ലഭിച്ചത്. ഇത്തവണ ഫലം അനിശ്ചിതത്വത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും കനത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ മുന്നേറ്റം, LDFന്റെ ഭരണപരമായ നേട്ടങ്ങൾ, NDAയുടെ സമുദായ അടിസ്ഥാനത്തിലുള്ള സ്വാധീനം എന്നിവയെല്ലാം കൂടി ഈ തെരഞ്ഞെടുപ്പിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നു. വിജയപരാജയങ്ങൾ ചെറുതായ ഭൂരിപക്ഷങ്ങളിലായിരിക്കും തീരുമാനിക്കപ്പെടുക എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.